ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഷവായ മന്തിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് മസാല കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മസാല നമ്മൾ മിക്സിയിലടിച്ച് പേസ്റ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ചധികം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു 8-10 വറ്റൽമുളകാണ്. ഇത് വല്ലാതെ എരിവില്ലാത്ത മുളകായിരുന്നു, അതുകൊണ്ട് ഒരു 8-10 എണ്ണത്തിന് ഇട്ടിട്ടുണ്ട്. ചില മുളക് എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കുറക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. വേപ്പിൻ്റെ ഇലയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ 2 തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് 2 ഇട്ടത് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ്. വലിയ തക്കാളി ആണെങ്കിൽ 1 ഇട്ടാൽ മതിയാകും. പിന്നെ ഇതിൻ്റെ ഒരു കൈപ്പിടിക്കളവിൽ മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മല്ലിച്ചപ്പ് ഇഷ്ടമുള്ളവർക്ക് ഇതിനെക്കാട്ടും കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് 1 സ്പൂൺ ഉപ്പ്, അതേപോലെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണ് നമ്മുടെ ഗരം മസാലപ്പൊടിയില്ലേ അതും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചധികം വിനാഗിരിയും ചേർത്തിട്ട് നല്ലോണം അരച്ചത് പേസ്റ്റാക്കി എടുക്കണം. ഇത് നമ്മുടെ ഷവായക്കുള്ള കൂട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കന് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് മസാല കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഷവായിൻ്റെ വീഡിയോ ഞാൻ അതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. ആ കൂട്ട് തന്നെയാണ് ഇതിലും ആഡ് ചെയ്യുന്നത്. ഈ അരക്കുന്നതിലേക്ക് ഒരു മാഗി ക്യൂബും കൂടി ഇടണം. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഞാൻ തന്നെ മറന്നിട്ട് പിന്നെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഈ മസാല പിന്നെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ ഫുഡ് കളർ ചെറുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ അത് ഒഴിവാക്കാം. ഇതൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ അരി കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ അരി അവിടെ കുതിരട്ടെ. അപ്പോൾ നമുക്ക് ഈ ഷവായ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളമൊന്നും ആഡ് ചെയ്ത്. കാരണം ഇതിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങാണ്ട്, കാരണം ഇതിൽ തോനെ മസാലയുണ്ട്. ചിക്കൻ തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങുകയും ചെയ്യും. ഇത് മൂടിയിട്ടിട്ടൊരു 3 വിസിലെങ്കിലും നമ്മൾ അടുപ്പിച്ചെടുക്കണം. ഷവായ നല്ലൊന്ന് വെന്ത് കിട്ടണം, സോഫ്റ്റായി കിട്ടുള്ളൂ. എന്നാൽ 3 വിസിലിനൊക്കെ നല്ലോണം ഒന്ന് വെന്ത് സോഫ്റ്റായി വരുള്ളൂ. 3 വിസിൽ അടുപ്പിച്ചതിന് ശേഷം നമുക്കത് തുറന്നെടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നല്ല വെന്തിട്ടുണ്ടാകും. അതിലേറെ വേണമെങ്കിൽ 1 വിസിലും കൂടി കൂടുതൽ അടുപ്പിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അതിലത്തെ ചിക്കനൊക്കെ നമ്മൾ കോരിയെടുത്ത് മാറ്റണം. കാരണം നമ്മൾ ഇതിൻ്റെ സ്റ്റോക്ക് വാട്ടറിൽ തന്നെയാണ് റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൽ നിന്നുള്ള ചിക്കനൊക്കെ എടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് ആ സ്റ്റോക്ക് വാട്ടറിൽ ഒന്ന് കുറുക്കിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ സ്പൈസസൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് മാഗി ക്യൂബ് 1 പൊടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ 1 മാഗി ക്യൂബ് നമ്മൾ മസാല കൂട്ടുമ്പോൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലി, ആവശ്യത്തിന് ഏലക്കായ്, പട്ട, പൂവ്, അതുപോലെ കുറച്ച് കുരുമുളകും ഇട്ടിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച റൈസ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് നമ്മൾ കുതിർത്ത് വെച്ച റൈസ് ഇതിലേക്ക് ഈ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുക. ഇത് 1 കിലോ അരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതനുസരിച്ച് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കനാരങ്ങയില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കണം. ഞാൻ ഇട്ട് കൊടുത്തത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. എന്നിട്ട് 1 വിസിലിന് വേവിച്ചെടുക്കുക. 1 വിസിലിന് നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കുള്ള ഷവായ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. നല്ലോണം ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് നമ്മളത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചൊക്കെ ചിക്കൻ വെന്തതിന് ശേഷം നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന സ്റ്റോക്ക് കുറച്ചെടുത്ത് വെച്ചിരുന്ന് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മുടെ ഷവായ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഷവായ മന്തി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കെപ്പോഴും കടയിലൊന്നും പോയി കഴിക്കാൻ പറ്റില്ല. അതേപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.